എന്റെ ഹബീബ് വഫാത്തായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഈ വാളുകൊണ്ട് വെട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഉമറുൽ ഫാറൂഖ് പ്രവാചകന്റെ ശിരസിന്റെ ഓരത്ത് നിൽക്കുകയാ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ മരണം കേട്ടുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ കടന്നു ചെല്ലുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ ഒരു തന്ത്രത്തിലൂടെ പ്രവാചകന്റെ അടുക്കലേക്ക് ചെല്ലുകയോ. സിദ്ദീഖ് ദാ കരഞ്ഞു പോയേ. പ്രവാചകന്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ ഭാര്യമാര് പ്രവാചകന്റെ അടുത്തിരുന്നിട്ട് മുഖം മൂടിയിട്ടുകൊണ്ട് കരയുകയോ. മറ്റുള്ളവരെ കടന്നു വരുമ്പോൾ പ്രവാചകന്റെ ഭാര്യമാരെ കാണാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്റെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട ഭഗ്നിമാര് സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയോ. സിദ്ദീഖുൽ അക്ബർ ചെല്ലുമ്പോ തന്റെ പൊന്നുമോടെ മടിയിൽ കിടന്ന് മരണപ്പെട്ടു പോയ നബി മുഹമ്മദ് മുസ്തഫ ചെന്നുടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കവളത്തിന് നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് ആ നെറ്റിയിലേക്ക് ഒരു ചുംബനം കൊടുത്തിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു പോയേ, സൗർ ഗുഹയിൽ എന്റെ മടിയിൽ കിടന്നുറങ്ങിയ മുഹമ്മദേ, എന്റെ കൂട്ടുകാരനായ മുഹമ്മദ് മുസ്തഫ ഇന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോടെ മടിയിൽ കിടന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ. ഒരിക്കലും ഇനി